ഡിവൈഎഫ്ഐ കണ്ടനകം കമ്മിറ്റി റോഡ് ഉപരോധം സംഘടിപ്പിച്ചു. റോഡുകൾ മാസങ്ങളായി പൊളിഞ്ഞു കിടന്നിട്ടും തുടർ നടപടി സ്വീകരിക്കാത്ത കാലടി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയാണ് പ്രതിഷേധം നടത്തിയത്. 2023-24 അധ്യയന വർഷം SSLC +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ തവനൂർ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികളെ പഞ്ചായത്ത് അനുമോദിച്ചു. ആരോഗ്യ വകുപ്പിൽ നിന്നും വിരമിച്ച ഹെൽത്ത് നഴ്സ് ശാന്തി സിസ്റ്റർക്കും തൈക്കാട് അംഗൻവാടിയിൽ നിന്നും സൂപ്പർവൈസറായി സ്ഥലം മാറിപ്പോയ ബിന്ദു ടീച്ചർക്കും സ്നേഹാദരവ് നൽകി. GMUP സ്കൂൾ വെളിയങ്കോട് സൌത്തിൽ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും KG പ്രവേശനോത്സവവും സംഘടിപ്പിച്ചു. പൊന്നാനി MLA P നന്ദകുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 35 ലക്ഷം രൂപ ചിലവഴിച്ചാണ് സ്കൂൾ നിർമ്മിച്ചത്. പൊറൂക്കര യാസ്പോയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 JEE വിജയികളെയും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സഫീർ കലിംഗലിനെയും ആദരിച്ചു. വാർഡ് മെമ്പർ ക്ഷമ റഫീഖ് ഉദ്ഘാടനം ചെയ്തു. ഗ്ലോബൽ കൾച്ചറൽ കോൺഗ്രസ് പാലപ്പെട്ടിയുടെ നേതൃത്വത്തിൽ വിന്നേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. പാലപ്പെട്ടി മഹഫിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സിവിൽ സർവീസ് ട്രെയിനറും KPCC സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ജ്യോതി രാധിക വിജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നാഷണൽ NGO കോൺഫെഡറേഷൻ 16 ഓഫ് മാറഞ്ചേരി ഹരിയാലി സാംസ്കാരിക സമിതി എന്നിവയുടെ വുമൺ ഓൺ വീൽ പദ്ധതിയുടെ ഭാഗമായി 38 വനിതകൾക്ക് ഇരുചക്ര വാഹനം വിതരണം ചെയ്തു. പദ്ധതിയുടെ ഉദ്ഘാടനം പൊന്നാനി ജോയിന്റ് RTO TM ഇബ്രാഹിംകുട്ടി നിർവഹിച്ചു.